കമലിപ്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. കമലിപ്പൂർ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഓരോ നിമിഷവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. അവരുടെ ആ ഗ്രാമത്തിൽ ഏതൊരു വസ്തുവിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കുറെ കാലങ്ങളായിട്ട് ഗ്രാമത്തിൽ ഒരു പരിപാടി നടന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂ? എന്നാലല്ലേ റോണക്കിനെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നോക്ക്, അവിടെ റോണക് ചേട്ടൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തില് നഗരത്തിലേക്ക് ഓടിയതാണ്. ഇപ്പോൾ വലിയ ആളായിന്നാ തോന്നുന്നത്. വാ അവിടെ പോയി നോക്കാം. അദ്ദേഹം എന്തിനാ വന്നത് ഗ്രാമത്തിലേക്ക്? രണ്ടുപേരും ചേർന്ന് റോണക്കിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അദ്ദേഹത്തെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ അവർ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ തുണിമൂട്ട കെട്ടിവെച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ, 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വളരെ ആശ്ചര്യത്തോടെ റോണക്കിനോട് ചോദിച്ചു, നിങ്ങൾ അതേ റോണക്കല്ലേ ചെറുപ്പത്തിൽ ഗ്രാമത്തിൽ നിന്ന് വിട്ട് ഓടിപ്പോയ ആള്? ആ അതെ ചേട്ടാ, ഞാൻ അവൻ തന്നെയാണ്. ചെറുപ്പത്തിൽ ഗ്രാമത്തിലിട്ട് ഓടിയ ആള്. ഞാൻ ചെറുപ്പത്തിലുള്ളാവുമ്പോൾ എന്റെ അമ്മയൊക്കെ നിങ്ങളുടെ കഥ പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളാണ് പഠിപ്പിലും കളിയിലും സൂപ്പറായ ആളെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഇങ്ങനൊരു സ്ഥിതി ഇന്ന് വന്നിരിക്കുന്നത്? ഇതൊക്കെ സംസാരിക്കാൻ ഇപ്പോൾ ശരിയുള്ള നേരമല്ല. എന്റെ കുട്ടികളും ഭാര്യയും വല്ലാത്ത വിശപ്പോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ 400 കിലോമീറ്റർ നഗരത്തിൽ നിന്ന് നടന്നേ വന്നോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കൊണ്ട് പറ്റിയാൽ 2 വേള അരി തരാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകൂ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും നിങ്ങളൊന്നും വിഷമിക്കണ്ട. നമ്മള് പഞ്ചായത്ത് മുതലാളിയോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ചേട്ടാ. റോണക് അവരോട് സംസാരിച്ചിട്ട് തന്റെ പഴയ വീട്ടിലേക്ക് പോയപ്പോൾ അത് ആകപ്പാടെ മോശമായിരുന്നു. അവരവിടേക്ക് പോയി. ചേട്ടാ, നമ്മൾ നഗരത്തിൽ നിന്നും എന്തിനാ ഓടി വന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാ അവരോട് പറയാഞ്ഞേ? പിന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുക? നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയാനാ? അത് വന്ന് നഗരത്തിൽ കുറെ കടങ്ങളായി, അതുകൊണ്ട് ഇവിടെ ഓടി വന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 2 നേരം കിട്ടുന്ന അരി പോലും കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ആരോട് നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാണ് ശരി. അടുത്ത ദിവസം റോണക് എന്ത് ചെയ്തെന്നാൽ ആ ഗ്രാമത്തലവനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നീ നഗരത്തിലേക്ക് പോകുന്ന കാര്യം വിഷമിക്കേണ്ട. അതാ നീ ഇവിടെ വന്നില്ലേ, ഇവിടെ തന്നെ നിന്റെ കച്ചവടം തുടങ്ങിക്കോളൂ. കണ്ടില്ലേ, ഗ്രാമത്തിൽ ജനങ്ങൾ സന്തോഷത്തോടെ ഉണ്ട്. ശുദ്ധമായ കാറ്റ്, ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കൂ. നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുട്ടികൾക്കും നീ കഷ്ടം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുതലാളി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നഗരത്തിലും ഞാൻ പാനിപൂരി ചെയ്തിട്ടാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. പാനിപൂരിയോ? അങ്ങനെ വെച്ചാൽ എന്താ? ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഗോൾഗപ്പനെ പറ്റിയാണ് പറയുന്നത്. എന്റെ ഭാര്യ രേണുക ഗോൾഗപ്പ വളരെ നന്നായിട്ട് ചെയ്യും. പിന്നെ ഞാൻ നഗരത്തെരുവിലൊക്കെ റിക്ഷ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ റിക്ഷയ്ക്ക് എന്താ ആവശ്യം? എന്നാ നീ ഒരു കാര്യം ചെയ്, ഇവിടെ തന്നെ നീ പാനിപൂരി വിൽക്കാൻ തുടങ്ങിക്കോ. അതുകൊണ്ട് നിനക്ക് കുറച്ച് വരുമാനം വരാൻ തുടങ്ങും. പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഗോൾഗപ്പ കഴിക്കാനും പറ്റും. എന്താ, ശരിയല്ലേ? അതിനുശേഷം കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് പാനിപൂരി വിൽക്കുന്ന ഒരു കട ആരംഭിച്ചു. കുറച്ച് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അത് കുറച്ച് വാടകയ്ക്കും വിട്ട് ഈ ജോലി നമ്മൾ തുടങ്ങി. ഇനി ദൈവമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. റോണക് പാനിപൂരി വണ്ടിക്കട അപ്പോഴാണ് തുറന്നത്. ഉടനെ ആ കടയ്ക്ക് ഓട്ടോക്കാരൻ സച്ചിൻ വന്നു. അവൻ എന്തു പറഞ്ഞെന്നാൽ, റോണക് ചേട്ടാ, കട തുറന്നോ നിങ്ങൾ? പക്ഷേ നിങ്ങളുടെ മുഖത്തിലൊരു സന്തോഷം പോലെ കാണുന്നില്ലല്ലോ. എന്ത് പറയാനാ, കട തുറന്നിട്ട് മുഴുസായിട്ട് 1 മണിക്കൂറായി, പക്ഷെ ആരും ഇവിടെ വന്നില്ലല്ലോ. ഈ പാനിപ്പൂരി എത്രയ്ക്കാ തരുന്നത്? ഒരു പ്ലേറ്റില് 5 എണ്ണം ഉണ്ടാവും, 10 രൂപയ്ക്കാണ്. അങ്ങനെയാണോ? എന്നാ എനിക്കൊരു പ്ലേറ്റ് തരൂ. റോണക് സച്ചിന് പാനിപൂരി കഴിക്കാൻ നൽകി. 2 പാനിപൂരി അദ്ദേഹം കഴിച്ചതിന് ശേഷം സച്ചിൻ എന്തു പറഞ്ഞെന്നാൽ, ഇത് അമൃതം പോലെ ഉണ്ടല്ലോ. ഈ ജനങ്ങൾക്ക് അറിവേ ഇല്ല. ആരും വന്ന് നിങ്ങളടുത്ത് കഴിക്കുന്നില്ലല്ലോ. ഞാൻ റിക്ഷയിൽ പോയി ചുറ്റി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. റോണക് രേണുകയുടെ തള്ളുവണ്ടിക്കടിയിൽ കച്ചവടം നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമത്തലവൻ വന്ന് അവരെ നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒരു കാര്യം അറിയോ റോണക്? നിന്നെ ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാ മുതലാളി? ഞാൻ അതന്നെ ആലോചിക്കുന്നത്. നിന്റെ പാനിപ്പൂരി വല്ലാതെ ഫേമസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നീയും എനിക്ക് കുറെ പാനിപ്പൂരി ചെയ്തതാ. പിന്നെ അതൊക്കെ അടുത്തുള്ള ഗ്രാമത്തിൽ നമ്മൾ വിറ്റിട്ട് പിന്നെ അവിടെയുള്ള ജനങ്ങൾക്കും കൊടുത്തിട്ട് എന്റെ കൂടെ വരുന്ന വലിയ ആൾക്കാർക്ക് ഇത് പറഞ്ഞും കൊടുക്കാം. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ നല്ലതാണ് ചെയ്തു തരുന്നത്. അതും ഞാൻ നഗരത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ഇത് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു തരാം. പക്ഷെ നമുക്ക് പണം എവിടെ നിന്നാ വരുന്നത് ചേട്ടാ? നമ്മൾ ഇത്ര പാനിപൂരി എങ്ങനെ ചെയ്യാൻ സാധിക്കും?
നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ ആ ചെറിയ സ്ഥലം വിറ്റേ പറ്റുള്ളൂ. ആ സ്ഥലം നമ്മൾ മുൻപേ തന്നെ പണയം വെച്ചില്ലേ ചേട്ടാ? എന്തെങ്കിലും ഒരു വഴി കിട്ടും, നീ വിഷമിക്കണ്ട. രൗണക് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം വിറ്റു. പിന്നീട് ഒരുപാട് പാനിപൂരികൾ ചെയ്ത് അദ്ദേഹം തയ്യാറാക്കി. എന്നിട്ട് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, വരൂ മുതലാളി, ഞാൻ എല്ലാ പാനിപൂരിയും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പണം. എന്താ പണമൊക്കെ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാ നിനക്ക് പണം തരാന്ന് പറഞ്ഞത്? മുതലാളി, നിങ്ങൾ തമാശ പറയല്ലേ? ഞാൻ എന്റെ ബാക്കിയുള്ള ചെറിയ സ്ഥലം വിറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കുന്നത്. നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഞാൻ നിനക്ക് 1 റുപ്യ പണം പോലും തരില്ല. ഇവിടുന്ന് പോയിക്കോളണം. ഇത് പറഞ്ഞതും തന്നെ തലവന്റെ അടിയാളുകൾ 2 പേരെത്തി. എന്നിട്ട് റോണക്കിനെ റോട്ടിന്റെ അരികിലായി തള്ളിവിട്ടു. അവർ ചെയ്തത് വളരെ അന്യായമാണ്. ഇനി നമ്മൾ ആഹാരത്തിന് എന്തു ചെയ്യുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ വിശപ്പും പട്ടിണിയും കാരണം മരിക്കേണ്ടി വരും. ഈ ഗ്രാമത്തിലുള്ളവർ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. റോണക്കിനും തലവനും ഉണ്ടായിരുന്ന പ്രശ്നം ഗ്രാമം മൊത്തം അറിഞ്ഞതുകൊണ്ട് ആരും റോണക്കിന്റെ അടുത്തു നിന്നും പാനിപൂരി വാങ്ങാൻ വന്നില്ല. അപ്പോഴാണ് സച്ചിൻ വന്ന് റോണക്കിനോട് പറഞ്ഞത്, ഞാനൊരു മുഖ്യ കാരണമായിട്ട് നഗരത്തിലേക്ക് പോവുകയാണ്. എന്റെ റിക്ഷ നിങ്ങളെ വീടിന്റെ പുറത്തേക്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് മാത്രമേ ഈ ഗ്രാമത്തിൽ റിക്ഷ എങ്ങനെ ഓട്ടിക്കണമെന്ന് അറിയുള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനിത് ഓട്ടിച്ചോട്ടെ. ധാരാളമായിട്ട്. ഞാൻ അടുത്ത മാസം വരുള്ളൂ. അതുവരെ നിങ്ങളിത് സവാരി ഓട്ടിച്ചോളൂ. നിങ്ങളും കുറച്ച് പണം സമ്പാദിക്കും. പിന്നെ അടുത്തുള്ള ഗ്രാമജനങ്ങളും നിങ്ങളെ പറ്റി അറിയാനും അറിയാം. സച്ചിന്റെ ഓട്ടോ കിട്ടിയതും തന്നെ റോണക്കിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ രേണുക റോണക്കിന് ഒരു ആലോചന പറഞ്ഞു. ചേട്ടാ, നമുക്ക് ഈ ഓട്ടോയിൽ പാനിപൂരി എടുത്തുകൊണ്ടുപോയി ഗ്രാമമായിട്ട് വിൽക്കാം. നമുക്കത് കാരണം ഒരുപാട് ലാഭം കിട്ടും. ഞാനും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. റൗണക് രേണുകയോടൊപ്പം ചേർന്ന് ആ ഓട്ടോ എടുത്തുകൊണ്ട് അവർ ഗ്രാമമായി ചുറ്റി. അവർ ചെയ്ത പാനിപൂരി അവർ വിറ്റു. അങ്ങനെ കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും രേണുകയും 2 പേരും ഓട്ടോ പാനിപൂരിക്കാരെന്ന പേരിൽ പ്രാബല്യമായി. ഒരാഴ്ചയിൽ തന്നെ നമ്മൾ പണയം വെച്ചിരുന്ന സ്ഥലം തിരിച്ചെടുത്തു. ഇതിനെല്ലാം കാരണം ആ ഓട്ടോക്കാരനാണ്. അദ്ദേഹം നമുക്ക് ഓട്ടോ തന്ന് സഹായിച്ചു. ഞാനിപ്പോ സന്തോഷമായിട്ടുണ്ട്. ഞാൻ കടം കണ്ട് എപ്പോഴും പേടിച്ച് ഓടുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ലോകത്തിൽ തന്നെ ജയിച്ചതുപോലെ ഉണ്ട്. അതിനിടയ്ക്ക് സച്ചിൻ അവിടേക്ക് ഒരു പുതിയ ഓട്ടോയുമായി വന്നു. അപ്പോൾ റോണക് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, അടിപൊളി പുതിയ റിക്ഷയാണല്ലോ. ഇതെന്തിനാ ചേട്ടാ? എന്റെ പഴയ റിക്ഷ ഞാൻ വിൽക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിൽ വിടുന്ന പകരം ഗ്രാമത്തിലെ ജനങ്ങളെ നഗരത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പഴയ റിക്ഷ ഞാൻ വാങ്ങിച്ചോട്ടെ. ഇതൊക്കെ ചോദിക്കണോ? നിങ്ങൾ തന്നെ എടുത്തോളൂ. അതുമാത്രമല്ലാതെ ഇനി ആ റിക്ഷ എനിക്ക് എങ്ങനെ സ്വന്തമാകും? നിങ്ങളല്ലേ ആ റിക്ഷ പാനിപൂരി റിക്ഷ എന്ന് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ചേട്ടാ. രേണുകയും റോണക്കും ചേർന്ന് ആ ഓട്ടോ സ്വന്തമായി വാങ്ങി. പിന്നെ അവർ 2 പേരും ചേർന്ന് ആ ഓട്ടോയിൽ പാനിപൂരി വ്യാപാരം ചെയ്തു. എല്ലാരും വളരെ സന്തോഷത്തോടെ ഓട്ടോ പാനിപൂരി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ 2 പേരുടെ വ്യാപാരവും വീടും രണ്ടും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഗോൽഗപ്പയുടെ കച്ചവടം ഇങ്ങനെ നന്നായി പോകുന്നു നിങ്ങൾ കണ്ടോളാൻ. അതെ സുമൻ, നീ കാരണം തന്നെയാ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിയത്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു പോയേനെ. സോനു സുമൻ ദമ്പതികളുടെ കഥയാണിത്. അവർ രാംനഗറിലുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. സോനു ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. സുമൻ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി ലഞ്ച് കൊടുത്തയക്കുമായിരുന്നു. സോനു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്തിനാടാ? ഇത് കണ്ടാ തോന്നും ഇത് നിന്റെ സ്വന്തം കമ്പനിയാണെന്ന്. ചേട്ടത്തി ഇത്ര നല്ല ഭക്ഷണം കൊടുത്തു വിട്ടിട്ടും നീ അത് കഴിക്കാതെ പണിയെടുത്തോണ്ടിരിക്കുക. വേഗം ലഞ്ച് തുറക്കടാ, എനിക്കും വിശക്കുന്നുണ്ട്. ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ ലഞ്ച് കഴിക്കാൻ എന്നേക്കാൾ ധൃതി നിനക്കാണല്ലോടാ. ഇപ്പൊ ഉച്ചയായല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കുന്നു. എടാ, നിന്റെ ലഞ്ച് തുറന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. സമയം കളയാതെ വേഗം തുറക്കാൻ നോക്കടാ. എനിക്ക് ചേട്ടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വലിയ ഇഷ്ടമാ. ധൃതി പിടിക്കണ്ട, ഇപ്പൊ തന്നെ തരാം. കൈ ഒന്ന് കഴുകിക്കോട്ടെ. സോനുവും ആകാശും കൈ കഴുകി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാ ദിവസവും അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ സംസാരിക്കുകയായിരുന്നു. എടാ സോനു, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ, സാധാരണ പോലെ തന്നെയല്ലേ. എടാ, പ്രത്യേകത എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ? നീ എന്താ ആകെ പരിഭ്രമിച്ചിരിക്കുന്നേ? എടാ മോനെ, ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോസിന്റെ ക്യാബിന്റെ അടുത്തേക്ക് പോയതാ. അപ്പോഴാ ഞാൻ കേട്ടത്
അപ്പൊ നീ എന്താ കേട്ടത്? തീർച്ചയായിട്ടും ബോസ് നിന്നെ കുറ്റം പറയുന്നുണ്ടാകും. അതായിരിക്കും നീ ഇത്ര പരിഭ്രമിക്കുന്നത്. അതൊക്കെ സാധാരണമല്ലടാ. പക്ഷെ ഞാൻ ബോസ് പറയുന്ന വ്യക്തമായിട്ട് കേട്ടതാ, ഈ കമ്പനി നഷ്ടത്തിലാണെന്ന്. അതുകൊണ്ട് ഫാക്ടറിയിലുള്ള ജോലിക്കാരെയെല്ലാം പിരിച്ചുവിടാൻ പോവുകയാണെന്ന്. നാളെ മുതൽ പിരിച്ചുവിടൽ തുടങ്ങാൻ പോവാത്രേ. എന്താ നീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ എന്തു ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. നമ്മുടെ കുടുംബം കഴിയുന്നത് ഈ ഫാക്ടറി കാരണമല്ലേ. ഇതല്ലാതെ വേറൊരു ജോലിയും നമുക്കറിയില്ല. ജോലി പഠിച്ചത് മുതൽ ചെയ്യുന്നത് ഈ ഫാക്ടറിയിലെ ജോലിയാ. അതെ, ഇതാലോചിച്ച് ഞാനും ആകെ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ആകാശും സോനുവും വല്ലാത്ത വിഷമത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. അവർ ആകാശിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു നിമിഷം കാത്തിരിക്കാൻ പറഞ്ഞു. അവിടേക്ക് ആകാശിന്റെ ഭാര്യ പൂജയും വന്നു. പൂജ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എവിടെ വരാമെങ്കിൽ എനിക്കും വരാം. സുമ ചേച്ചി വിളിച്ചപ്പോ ഞാനും വന്നു. ഗോൽഗപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ ചേച്ചി, നമുക്കത് കഴിക്കാം. എന്തായാലും നന്നായി, നിങ്ങളും വന്നല്ലോ. രണ്ടാൾക്കും ഞാൻ ഗോൽഗപ്പ എടുത്തിട്ട് വരാം. പൂജയും സുമനും ചേർന്ന് ആകാശിനും സോനുവിനും ഗോൽഗപ്പ കൊണ്ടുവന്നു. സുമൻ വളരെ മനോഹരമായ ഗോൽഗപ്പയാണ് ഉണ്ടാക്കിയിരുന്നത്. അവൾ ഉണ്ടാക്കിയത് ആകാശിനും സോനുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. സോനു ആണെങ്കിൽ ഇതുവരെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ചേട്ടത്തി, ഭക്ഷണം നിങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഗോൾഗപ്പയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. ഈ ഗോൾഗപ്പയിൽ നിങ്ങൾ എന്ത് മാന്ത്രിക പണിയാ ചെയ്യുന്നേ? എത്ര കഴിച്ചാലും മതി വരുന്നേ ഇല്ല. ഇവൻ പറയുന്ന സത്യം തന്നെയാ. ശരിക്കും നിന്റെ കയ്യിലെന്തോ മായാജാലം ഉണ്ട്. അതുമാത്രമല്ല, ഒരു തവണ കഴിച്ചാൽ വയറ് നിറയുന്ന തരത്തിലുള്ള വലിയ ഗോൽഗപ്പയല്ലേ നീ ഉണ്ടാക്കുന്നത്. നിന്റെ ഗോൽഗപ്പ കഴിച്ചാ ഞാൻ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മറന്നുപോകും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? നിങ്ങൾ ഇത് എന്തിനെ പറ്റിയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഓക്കെ അല്ലേ? എന്റെ സോനു, എന്തിനാടാ ചേട്ടത്തിയെ ടെൻഷൻ ആക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കി. ഇല്ല, എനിക്കും അറിയണം. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഇത്ര ടെൻഷൻ? ഇന്ന് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയേ. ആകാശിനും സോനുവിനും തന്റെ ഭാര്യമാരോട് ഒന്നും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി ഫാക്ടറിയിലെ അവസ്ഥയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് വിവരിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ ഭാര്യമാരും ശരിക്കും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസത്തിനു ശേഷം ശരിക്കും ആ ഫാക്ടറി അടച്ചുപൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജോലിയും പോയി, നമ്മുടെ കയ്യിലുള്ള റേഷൻ സാധനങ്ങളും തീരാനായി. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ജോലി എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സുമൻ, നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. കഴിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ 4 ഗോൽഗപ്പ ബാക്കിയുണ്ട്. അതിന്റെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. എന്നാ പിന്നെ അത് എടുത്തോ. 2 നിനക്കും കഴിക്കാം, 2 എനിക്കും കഴിക്കാം. നാളത്തെ കാര്യം നാളെ ആലോചിക്കാം. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ ഗോൽഗപ്പ കഴിച്ചു. പിറ്റേന്നത്തേക്ക് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുമൻ ചാടി എഴുന്നേറ്റു. എന്തുപറ്റി? എന്താ കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ വഴക്ക് പറയോ? എന്ത് കാര്യം? എനിക്കൊരു ഐഡിയ തോന്നുവാണ്. ഞാൻ നന്നായി ഗോൽഗപ്പ ഉണ്ടാക്കുമല്ലോ. എങ്കി പിന്നെ നമുക്കതുണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലെന്താ? നീ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം. ഗോൾഗപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പക്ഷെ അതിന് മുതൽ മുടക്കാൻ പൈസ എവിടെയാ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് ഉണ്ടാക്കി തന്ന ആഭരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ഇല്ലില്ല, നിന്റെ ആഭരണങ്ങളൊന്നും വിൽക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാവുമ്പോ വിൽക്കാനല്ലേ ഇതൊക്കെ. വിശക്കുമ്പോ ഭക്ഷണം തന്നെ വേണ്ടേ, അല്ലാതെ ആഭരണം നമുക്ക് എന്ത് ചെയ്യാനാ? സുമനും സോനുവും ആഭരണം വിറ്റ് ഗോൽഗപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. സുമൻ തന്റെ അടുക്കളയിൽ തനിയെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങി. സുമനും സോനുവും ചേർന്ന് അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഗോൽഗപ്പേ. എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ചന്തയിലാണെങ്കിൽ ഗോൽഗപ്പ വിൽക്കുന്ന ആളുകളുടെ തിരക്ക് കാരണം ഒരാള് പോലും ഇവരുടെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസമായിട്ടും ഒരു ഗോൽഗപ്പ പോലും വിറ്റുപോയില്ല. ഈ മാർക്കറ്റിൽ ഗോൾഗപ്പ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ഗോൾഗപ്പ വിറ്റുപോകും? ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ കച്ചവടം നിർത്തേണ്ടതായിട്ട് തന്നെ വരും. ഞാൻ എത്ര ആഗ്രഹിച്ച ഇതുണ്ടാക്കിയത്, ഒരാള് പോലും കഴിക്കാൻ വരുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുക. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സോനുവും സുമനും വല്ലാത്ത സങ്കടത്തിൽ അവിടെ തന്നെ ഇരുന്നു.
അപ്പോഴാണ് അവരുടെ നോട്ടം മറ്റൊരു കടയുടെ ബോർഡിലേക്ക് എത്തിയത്. അതെ, ഒന്ന് നോക്കിയേ, ആ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? എന്തെഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കടക്കാരന്റെ ഓഫർ അവിടെ കാണാം. എങ്കിൽ നമ്മളും നമ്മുടെ കടയുടെ മുകളിൽ ഒരു ഓഫർ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കും കച്ചവടം കിട്ടിത്തുടങ്ങുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഗോൽഗപ്പ ഒന്ന് കഴിച്ചു നോക്കാതെ ആളുകൾക്ക് എങ്ങനെയാ ഇഷ്ടാവുന്നത്? എന്നാലല്ലേ ആൾക്കാർ വരികയും ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമൻ സോനുവിനോട് വിശദമായി സംസാരിച്ചു. അത് കേട്ട് സോനു മറ്റു ചില സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അവൾ ഒരു വലിയ ഗോൽഗപ്പ ഉണ്ടാക്കിയിട്ട് അതിന് ബാഹുബലി ഗോൽഗപ്പ എന്ന് പേരുമിട്ടു. എന്തായത്? നീ ശരിക്കും ഒരു ബാഹുബലി ഗോൽഗപ്പ ഉണ്ടാക്കിയല്ലോ. ഇനി എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി നമ്മുടെ കടയിലേക്ക് ഉറപ്പായിട്ടും വരും. ഈ ബാഹുബലി ഗോൽഗപ്പയിൽ ഞാനൊരു 100 രൂപ കൂടി വച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നും ഈ ബാഹുബലി ഗോൽഗപ്പ കഴിക്കുന്നവർക്ക് 100 രൂപ സമ്മാനമായി കിട്ടും. ഇവരുടെ ഈ ഓഫർ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാഹുബലി ഗോൽഗപ്പ കാണാൻ പോലും വലിയ തിരക്കുണ്ടായി. നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ആരാണോ ഈ ബാഹുബലി ഗോൽഗപ്പ മുഴുവനായി കഴിക്കുന്നത് അയാൾക്ക് 100 രൂപ സമ്മാനമുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ വേഗം ഈ വശത്തേക്കൊന്ന് മാറി നിൽക്കൂ. ഈ ബാഹുബലി ഗോൽഗപ്പ ആരാണോ കഴിക്കുന്നത് അയാളെ ബാഹുബലി എന്ന് വിളിക്കപ്പെടും. സോനു ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് 2 പേർ മത്സരിക്കാനായി എത്തി. എന്നാൽ അവർക്ക് അത് കഴിച്ചു തീർക്കാനായില്ല. അവരാണെങ്കിൽ ആ മത്സരത്തിൽ തോറ്റുപോയി. ഇത് കണ്ട് ബാഹുബലി ഗോൽഗപ്പ കഴിക്കാനായി ആളുകളുടെ തിരക്കായി. അവിടെ ഒരു വലിയ ക്യൂ തന്നെ വന്നു. എന്റെ ചേട്ടാ, ഇവിടത്തെ ഗോൾഗപ്പയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഈ മത്സരം എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ബാഹുബലി ഗോൽഗപ്പയുടെ സ്വാദ് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എന്റെ ചേട്ടാ, ഈ സിമ്പിൾ ഗോൾഗപ്പ കഴിച്ച് കഴിച്ച് ഞങ്ങൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങളുടെ ഈ ബാഹുബലി ഗോൽഗപ്പ വരുന്നത്. ഇത് കാണുന്നതേ മനുഷ്യന്റെ വായിൽ വെള്ളം ഊറി തുടങ്ങും. എന്റെ ചേട്ടാ, ഒന്ന് കഴിച്ചു നോക്കുന്നേ. ഈ ചന്തയിൽ ബാഹുബലി ഗോൽഗപ്പ വേറെ ഇല്ല. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായും രണ്ടാമതും വാങ്ങി കഴിക്കും. എന്താ ചേട്ടാ പറയുന്നേ? ഈ ബാഹുബലി ഗോൽഗപ്പ അത്ര നല്ലതാണോ? ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചു നോക്കുന്നേ. ജയിച്ചു കഴിഞ്ഞാൽ 100 രൂപയാ സമ്മാനം കിട്ടുന്നേ. അവിടെയുള്ള എല്ലാവരും തമ്മിൽ ബാഹുബലി ഗോൽഗപ്പയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചന്തയിലുള്ള എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഈ ഷോപ്പ് ബാഹുബലി ഗോൽഗപ്പ ഷോപ്പ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഈ ചന്തയിൽ ഒരു നദ്ദി ഫൈൽമാൻ എന്നു പേരുള്ള ആളുണ്ടായിരുന്നു. അയാൾ എല്ലാ ഗോൽഗപ്പ ഷോപ്പിൽ പോയിട്ട് ഫ്രീ ആയി കഴിക്കുമായിരുന്നു. അയാൾ സോനുവിന്റെ കടയിൽ നിന്നും അങ്ങനെ കഴിക്കാനായി വന്നു. ഓഹോ, ചന്തയിൽ പുതിയൊരു കട തുടങ്ങിയിരിക്കുന്നു അല്ലേ? വേഗം തന്നെ ഒരു 5 പ്ലേറ്റ് ഗോൽഗപ്പ എനിക്കുണ്ടാക്കി തന്നേ. ഗോൽഗപ്പ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. കഴിച്ചു കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ അഭിപ്രായം പറയണം. മാത്രമല്ല 5 ഗോൽഗപ്പ മുഴുവൻ കഴിക്കുകയാണെങ്കിൽ 1 വർഷം മുഴുവൻ ഫ്രീ ആയി നിങ്ങൾക്ക് ഞാൻ ഗോൽഗപ്പ തരും. അല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാര്യം ചെയ്. ഈ മത്സരത്തിൽ ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർത്തോ. ഒരു ഗോൽഗപ്പയല്ല, 5 ബാഹുബലി ഗോൽഗപ്പകൾ ഞാൻ നിനക്ക് തിന്ന് കാണിച്ചു തരാം. 5 എണ്ണം. നിങ്ങൾക്ക് ഈ ഗോൽഗപ്പ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഗോൽഗപ്പ കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നദ്ദു ഫൈൽവാന്റെ അടുത്ത് 5 ബാഹുബലി ഗോൽഗപ്പകൾ കൊണ്ടുപോയി വെച്ചു. അയാൾ അത് കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാൾക്കത് മുഴുവനാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവരോട് പറഞ്ഞതുപോലെ ഫ്രീ ആയി ഗോൽഗപ്പ കഴിക്കുന്ന ശീലം അയാൾ അങ്ങ് നിർത്തി. ആ ചന്തയിലെ എല്ലാ ഗോൽഗപ്പ കടക്കാരും അവരുടെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്തതിന് സോനുവിനോട് വളരെയധികം നന്ദി പറഞ്ഞു. मैंने कहा था ना, हमारे गोलगप्पे का कारोबार इतना चलेगा कि आप देखते रह जाएंगे। हाँ सुमन, आज तुम्हारी बदौलत हम इस गरीबी से उभर पाए हैं, वरना ना जाने हमारा क्या होता। बात उस समय की है जब सोनू और सुमन नाम के मियाँ बीवी रामनगर के एक घर में रहा करते थे। सोनू कारखाने में काम किया करता था और सुमन उसके लिए दोपहर का खाना बना कर देती थी। सोनू बहुत कामकाजी था। तू इतनी मेहनत क्यों कर रहा है? तू तो इस कंपनी को अपना मानने लगा है। भाभी ने इतना अच्छा खाना बनाकर दिया है और तूने उसे ऐसे ही रखा है। जल्दी से टिफिन खोल, मुझे भूख लगी है। जल्दी बता क्या लेकर आया है। अबे मुझसे ज्यादा जल्दी तो तुझे रहती है खाना खाने की। अभी तो लंच ब्रेक हुआ है, रुक जा।
अरे भाई लंच ब्रेक हुआ है तो जल्दी चलना और मेरे लिए भी टिफिन खोल। मुझे जल्दी से भाभी के हाथ का खाना खाना है। अरे भाई ठीक है, थोड़ा सब्र तो कर, हाथ मुंह तो धोकर आऊं। सोनू और आकाश हाथ मुंह धोकर खाना खाना शुरू कर देते हैं। मिल बांटकर दोनों लोग खाना खाते हैं। उसके बाद दोनों लोग काम करते हैं। शाम को जब फुर्सत मिलती है तो आकाश सोनू से कहता है, अरे यार सोनू, आज का दिन कैसा रहा तेरा? अरे हमेशा की तरह ही रहा, कुछ खास नहीं था यार। अरे खास बात तो मैं तुझे बताता हूँ। क्या बात है, तू इतना परेशान क्यों है? अरे यार, जब मैं लंच के वक्त बॉस के केबिन की तरफ गया तो मैंने सुना कि... अबे क्या सुन लिया तूने? क्या बॉस तेरी शिकायत कर रहा था जो परेशान हो रहा है तू? अरे शिकायत विकायत की बात नहीं है, पर मैंने बॉस को कहते हुए सुना था कि कंपनी घाटे में जा रही है, इसलिए कह रहा था कि फैक्ट्री में मुलाजिमों को कम कर देना है और ये सिलसिला कल से ही शुरू होगा। अभी क्या बात कर रहा है? अरे ऐसा हुआ तो हम कहाँ जाएंगे? ऐसा नहीं हो सकता यार, हमारी रोजी रोटी तो इसी फैक्ट्री से चलती है, इसके अलावा हमें कोई काम भी नहीं आता। जब से काम करना सीखा है तो इसी फैक्ट्री में काम किया है। हाँ यार, यही फिक्र तो मुझे भी हो रही है, अब करें तो क्या करें? आकाश और सोनू इसी चिंता में जा रहे थे। सोनू ने आकाश को अपने घर पर थोड़ी देर रुकने के लिए कहा। तभी वहाँ पर आकाश की बीवी पूजा भी आ गई। अरे पूजा, तुम यहाँ क्या कर रही हो? अगर तुम आ सकते हो तो मैं भी आ सकती हूँ। सुमन भाभी ने बुलाया है, कह रही थी गोलगप्पे बना रही हूँ, खाने आ जाना। ठीक हुआ तुम दोनों भी आ गए, मैं तुम दोनों के लिए गोलगप्पे लेकर आती हूँ। पूजा और सुमन आकाश और सोनू के लिए गोलगप्पे लेकर आती हैं। सुमन बहुत ही लजीज गोलगप्पे बनाती थी। उसके गोलगप्पे आकाश और सोनू दोनों को बहुत पसंद आते थे। सोनू उससे अक्सर गोलगप्पे बनवाता रहता था। अरे भाभी, खाना तो अच्छा बनाती ही हो और गोलगप्पे तो उससे भी अच्छा बनाती हो। इन गोलगप्पों में तो सच में करिश्मा है, कितना भी खाओ दिल नहीं भरता। अरे सच कह रहा है ये, सच में तुम्हारे हाथ में तो जादू है। तुम जो गोलगप्पे बनाती हो इतने बड़े होते हैं कि 3 गोलगप्पे में ही पेट भर जाता है। तुम्हारे हाथ के गोलगप्पे खाकर तो हम अपनी सारी परेशानी भूल जाते हैं। परेशानी? कैसी परेशानी? कौन सी परेशानी की बात कर रहे हो तुम? खैरियत तो है ना? अरे सोनू, क्यों भाभी को परेशान कर रहा है? चुप हो जा यार। नहीं, मैं जानती हूँ कि आप दोनों को क्या परेशानी है। आज आप दोनों खामोश लग रहे हैं जब से कारखाने से आए हैं। आकाश और सोनू अपनी बीवियों को ना चाहते हुए भी परेशानी बताने के लिए मजबूर हो जाते हैं और वो अपनी बीवियों को सारी बातें बता देते हैं, जिसकी वजह से दोनों की बीवियां भी परेशान हो जाती हैं। फिर कुछ दिनों के बाद वाकई वो कारखाना बंद हो जाता है। अब हम क्या करेंगे? आपका तो काम भी छूट गया है, धीरे धीरे रसद भी खत्म हो रहा है। हाँ, मैं काम की तलाश तो कर रहा हूँ, पर क्या करूँ, कोई काम ही नहीं मिल रहा है। अगर कोई काम नहीं मिला तो घर कैसे चलेगा? सुमन, बहुत भूख लगी है, कुछ खाने को हो तो दो। कुछ नहीं है खाने के लिए, बस 4 गोल गप्पे रखे हैं और थोड़ा सा पानी है। चलो तो उन्हीं को ले आओ, 2 तुम खा लेना, 2 मैं खा लूंगा। अब कल की कल सोचेंगे। सोनू और सुमन दोनों गोलगप्पे खाते हैं और आने वाले दिन के बारे में सोचने लगते हैं। तभी सुमन खड़ी हो जाती है। क्या हुआ? तुम गोलगप्पे खाते खाते खड़ी क्यों हो गई? अगर आपको ठीक लगे तो मेरे मन में एक ख्याल आया है। कैसा ख्याल? आप लोगों को ऐसा लगता है ना कि मैं गोलगप्पे लजीज बनाती हूँ, तो क्यों ना मैं गोलगप्पे बनाकर बाजार में बेचना शुरू कर दूं। वैसे तरकीब तो तुम्हारी अच्छी है, गोलगप्पे खाना तो हर कोई पसंद करता है, पर उसके लिए पैसे कहाँ से आएंगे? आप फिक्र क्यों करते हो? आपने मेरे कानों के लिए बालियां बनवाई थी ना, वो किस दिन काम आएंगी? नहीं नहीं, तुम्हारे गहने में नहीं बेच सकता। जेवरात बुरे वक्त में काम आते हैं। जब खाने के लिए खाना नहीं बचा है तो इन जेवरों का क्या करूंगी मैं? सुमन और सोनू बालियां बेचकर गोलगप्पे बनाने का सामान ले आते हैं और सुमन अपने हाथों से गोलगप्पे बनाकर तैयार करती है। सोनू और सुमन उन गोलगप्पों को बेचने के लिए बाजार के लिए निकलते हैं।
गोलगप्पे गोलगप्पे गोलगप्पे, तीखे मीठे गोलगप्पे, जायकेदार लजीज गोलगप्पे। आइए आइए, एक बार खाओगे बार बार आओगे। गोलगप्पे गोलगप्पे गोलगप्पे। बाजार में बहुत सारे गोलगप्पे वाले थे, इसलिए उनके पास कोई भी गोलगप्पे खाने नहीं आता, जिसकी वजह से 3 दिन तक उनके गोलगप्पे नहीं बिकते हैं। अरे यहाँ बाजार में हर तीसरी दुकान गोलगप्पे की है, हमारे गोलगप्पे तो बिक ही नहीं रहे हैं। अगर इसी तरह से चलता रहा तो ये कारोबार करके भी कोई फायदा नहीं होगा। मैंने इतने प्यार से गोलगप्पे बनाए और कोई खाने आ ही नहीं रहा है। ये तो बहुत गलत हो रहा है। अब हमारे घर का खर्चा कैसे चलेगा? सोनू और सुमन वहीं पर मायूस होकर बैठ जाते हैं। तभी उनकी नजर दुकान के बाहर एक बोर्ड पर पड़ती है। सुनिए जी, गौर कीजिए, इस बोर्ड पर क्या लिखा हुआ है? क्या लिखा है? दुकानदार की स्कीम लिखी हुई है। अगर हम भी अपने गोलगप्पे की दुकान पर पेशकश चालू करें तो हो सकते हैं हमारे गोलगप्पे भी बिकने शुरू हो जाए। जब तक लोगों को हमारे गोलगप्पे का स्वाद ही नहीं पता चलेगा तो वो खरीदार कैसे बनेंगे? मैं कुछ समझा नहीं। सुमन सोनू को सारी बात बताती है और सोनू कहीं से थोड़ा सा सामान लाकर सुमन को देता है। सुमन एक गोलगप्पे को बाहुबली गोलगप्पे का आकार देती है। अरे ये तो तुमने सच में एक बाहुबली गोलगप्पा बना दिया। अब तो इस गोलगप्पे को खाने के लिए हमारे पास हर कोई आएगा। इस बाहुबली गोलगप्पे के साथ मैंने एक बंदिश रखी है कि जो इस बाहुबली गोलगप्पे को खाएगा उसको 100 रुपए इनाम दिया जाएगा। सोनू जोर जोर से अपनी पेशकश को बाजार में सबको सुनाता है, जिसकी वजह से उसके बाहुबली गोलगप्पे को देखने के लिए भीड़ इकट्ठा हो जाती है। हाँ तो भाइयों सुनिए, जो इस बाहुबली गोलगप्पे को खाएगा उसे 100 रुपए इनाम दिया जाएगा। इस मुकाबले में जो जो हिस्सा लेना चाहता है वो इस तरफ आ जाए। ये बाहुबली गोलगप्पा जो खाएगा वो बाहुबली कहलाएगा। हाँ, सोनू के इस तरह से कहने पर भीड़ इकट्ठा हो जाती है और 2 लोग आपस में गोलगप्पा खाने की होड़ लगाते हैं, पर वो हार जाते हैं। उनकी देखा देखी उस बाहुबली गोलगप्पे को खाने के लिए और लोगों की भीड़ इकट्ठा होती है। अरे भाई, आपके यहाँ के गोलगप्पे बहुत लजीज हैं। हालांकि हम इस मुकाबले को जीते नहीं हैं, मगर फिर भी बहुत मजा आया बाहुबली गोलगप्पे खाने में। अरे यार सच में ये जनरल गोलगप्पे खा खा कर हम तो ऊब गए थे। अब ये बाहुबली गोलगप्पा बाजार में आया है, इसको तो देखते ही मुंह में पानी आ रहा है। अरे जनाब, खाकर देखिए, बाजार में सबसे अच्छा गोलगप्पा यही है। एक बार खाओगे तो बार बार यहीं पर खाने आओगे। क्या कह रहे हो जनाब? क्या ये गोलगप्पे सच में अच्छे हैं? अरे अगर मेरी बात पर यकीन ना हो तो खाकर देख लीजिए। जीत गए तो 100 रुपए इनाम है। सभी भीड़ में बाहुबली गोलगप्पे के बारे में चर्चा करते हैं और बाजार के सभी लोग सुमन की दुकान पर गोलगप्पा खाने का मुकाबला करने आ जाते हैं। उनकी दुकान अब बाहुबली गोलगप्पे के नाम से मशहूर होने लगी थी। उसी बाजार में एक नत्थू पहलवान नाम का आदमी रहता था, जो सभी के गोलगप्पे मुफ्त में खाता था। वो सुमन की दुकान पर भी गोलगप्पे खाने के लिए आ जाता है। अरे ओ, नई नई दुकान खुली है, चल जल्दी से 5 प्लेट गोलगप्पे बना दे। जनाब गोलगप्पे तो मैं बना दूंगा, मगर हमारे यहाँ का बाहुबली गोलगप्पा खाकर बताइए। अगर आप ये गोलगप्पा खा लिए तो हम आपको साल भर फ्री गोलगप्पे खिलाएंगे। अरे बस इतनी सी बात है, तो चल एक काम कर, इस शर्त में एक चीज और जोड़ ले। एक नहीं, मैं 5 बाहुबली गोलगप्पे खाकर दिखाऊंगा, समझ गया? अगर आप ये गोलगप्पा नहीं खा पाए तो आपको मुफ्त में खाने की आदत को छोड़नी पड़ेगी। ठीक है, हमें मंजूर है। नत्थू पहलवान के सामने 5 बाहुबली गोलगप्पे रख दिए जाते हैं और नत्थू पहलवान बाहुबली गोलगप्पे खाने की जद्दोजहद करता है, लेकिन वो उसमें हार जाता है और वो अपनी शर्त के अनुसार मुफ्त में गोलगप्पे खाना छोड़ देता है। सभी सोनू को शुक्रिया कहते हैं।
और उसकी बहुत तारीफ करते हैं।